ഹായ് സുഹൃത്തുക്കളെ, തൻസീൽ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇറാൻ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങൾ കൊണ്ട് 1990 കാലഘട്ടങ്ങളിൽ തന്നെ ഇറാൻ നല്ല സാമ്പത്തികപരമായിട്ടും വാണിജ്യപരമായിട്ടും ലോകത്തോട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം എല്ലാ ഉപരോധങ്ങളെയും മറികടന്നിട്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അതിൻ്റെ അവസാന ഘട്ടത്തിൽ കൂടിയാണിപ്പോൾ. UNOയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ടുള്ളൂ, ഇറാൻ്റെ ന്യൂക്ലിയർ പവർ റിയാക്ടർ സയൻറ്റിസ്റ്റ് മേഖല മൊത്തം പോയിട്ടൊന്ന് കണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലാണ്, എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു, അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് ഇറാൻ താത്വികമായി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തു? കാരണം അമേരിക്കൻ താല്പര്യങ്ങളാണല്ലോ മുൻനിർത്തുന്നത്. അത് ഇസ്രായേലിന് ഭീഷണിയായി പോകും എന്നുള്ള കാരണത്താൽ ഇസ്രായേലാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് അറബ് മേഖലകളിൽ യുറേനിയം സമ്പുഷ്ടീകരണ ശാക്തീകരണ രീതി പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുവന്നത്. പക്ഷേ അതൊക്കെ മറികടന്ന് എല്ലാ രീതിയിലുള്ള ഉപരോധങ്ങളെയും മറികടന്നുകൊണ്ട് മിസൈൽ സാങ്കേതിക വിദ്യകൾ തന്നെ പെരുപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇറാൻ. സാധാരണയായിട്ട് ഇസ്രായേൽ സിസ്റ്റമായ അയൺ ഡോം, നിങ്ങൾക്കറിയാം അയൺ ഡോം, ഈ അയൺ ഡോം ഉള്ളത് കൊണ്ട് ഇസ്രായേലിന് ഒരു വകയുള്ള മിസൈലുകളെയൊക്കെ അതിർത്തിക്കുള്ളിലേക്ക് വരുന്നത് പരിരക്ഷ നൽകിയിട്ട് സംരക്ഷിച്ചു കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഒക്ടോബർ 7 മുതൽ അയൺ ഡോമിൻ്റെ എല്ലാ രീതിയിലുള്ള സംരക്ഷണ ഭിത്തിയും വേദിച്ചിട്ട് ഫലസ്തീനിൽ നിന്നും ഹിസ്ബുള്ളയുടെയും ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെയും അതേപോലെ യമനിൽ നിന്നുള്ള മിസൈലുകൾ ഒരുപാട് ഇസ്രായേലിലേക്ക് വന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതിനുശേഷം 2024 ഒക്ടോബറിൽ നടന്ന ഇതേ ഇറാൻ്റെ തിരിച്ചടിയും കൂടി ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ പര്യാപ്തത എത്രയുണ്ട് എന്ന് അവർക്ക് തന്നെ തെളിയിച്ചു കൊടുത്തു. അതേസമയം ഇപ്പോഴിതാ വീണ്ടും നെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. താഡ് എന്ന് പറഞ്ഞാൽ തെർമൽ ഹയർ എഫിഷ്യൻസി എയർ കൺട്രോൾ സിസ്റ്റമാണിത്, ഡിഫൻസ് സിസ്റ്റമാണിത്. ഈ അയൺ ഡോമിൽ നിന്നും സാധാരണഗതിയിൽ വരുന്ന ഏത് മിസൈലുകളായാലും ആ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന അയൺ ഡോം അതിൽ നിന്നും തൊടുത്തുവിടുന്ന ആൻറ്റി മിസൈലുകൾ, പ്രൊട്ടക്ഷൻ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ മിസൈലുകളെ തകർത്തുകൊണ്ടിരുന്നത്. അതേസമയം അതിൽ പര്യാപ്തത കണ്ട് താഡ് സിസ്റ്റം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഇറക്കി. ഈ കഴിഞ്ഞ ഇറാൻ്റെ ആക്രമണം, ഇസ്രായേലിൻ്റെ എയർബേസിലേക്ക് നടന്ന നെവാറ്റിംഗ് എയർബേസ് ഉണ്ടല്ലോ, അതിലേക്ക് നടന്ന ആക്രമണത്തിന് ശേഷം ഏറ്റവും വലിയ നൂതന സാങ്കേതിക വിദ്യയായ താഡ്, ഇതിനെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഇസ്രായേലിൻ്റെ എല്ലാ ബുദ്ധിയെയും കവച്ചു വെച്ചുകൊണ്ട് ഇറാൻ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ 1200 കിലോമീറ്റർ ദൂരപരിധിയാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി അതിനേക്കാൾ മുകളിൽ, അതിൽ കൂടുതൽ ദൂരപരിധിയുള്ളത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ.
ഈ താഡ് സിസ്റ്റം ഇത് ലേസർ രശ്മികളാണ് ഇതിൽ നിന്നും തൊടുത്തു വിടുക. അയൺ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും മിസൈലുകൾ, ആൻറ്റി മിസൈലുകൾ തൊടുത്തു വിടണം. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇത് ലേസർ രശ്മികളാണ്. അത് ഇന്ത്യയും ഈ അടുത്ത കാലത്തായിട്ട് പരീക്ഷിച്ചു കഴിഞ്ഞു. അതിൻ്റെ ചെറിയ പതിപ്പാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. മിസൈലുകളെ തടുക്കാനുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഈ രശ്മികളെ തൊടുത്തുവിട്ടാണ് ഈ മിസൈലുകളെ ഇതെന്ത് ചെയ്യുക. അതിന് എഫിഷ്യൻസി കൂടുതലാണ്, പെട്ടെന്ന് അത് പ്രവർത്തിക്കും. ആ പ്രവർത്തിച്ചിട്ട് ലേസർ രശ്മികൾ കൊണ്ടാണ് മിസൈലുകളുടെ അറ്റം തന്നെ തകർത്ത് കളയുന്നത്. പക്ഷേ അതേസമയം അതിനേക്കാൾ കവച്ചു വെച്ചിട്ട് ഇറാൻ്റെ അൽഖാഹിർ മിസൈലുകളാണ് ഇപ്പോൾ. ഈ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ യമൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സായുധ സംവിധായകരാണ് ഹൂത്തികൾ തൊടുത്തുമിട്ട ബാലിസ്റ്റിക് മിസൈൽ ഈ താഡ് സിസ്റ്റങ്ങളെ പോലും മറികടന്നിട്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ബെൻ ഗൂരിയൻ എയർപോർട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കിലോമീറ്ററുകളുടെ ദൂരപരിധിയുണ്ട്. യമനിൽ നിന്നും 2000 കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട് ഇസ്രായേലിൻ്റെ ഈ ബെൻ ഗൂരിയൻ എയർപോർട്ട്. അവിടത്തേക്കാണ് ഈ മിസൈൽ വന്ന് പതിച്ചേക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന 1200 ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ, ഇനി ഹൈപ്പർസോണിക് മിസൈലുകൾ ഞങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ കഴിഞ്ഞു, ഇനി ഹൈപ്പർസോണിക് മിസൈലുകൾ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ തന്നെ താഡ് സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പരീക്ഷണ ഘട്ടത്തിലാണ്. അണ്ടർഗ്രൗണ്ട് ബേസ് മിസൈലുകൾ സിസ്റ്റം, എത്രത്തോളം മിസൈലുകൾ അവരുടെ ഇറാൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ടോ അതൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഉപരോധങ്ങളും ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഇറാനിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും വാങ്ങിക്കാതെ അവരുടെ കാർഷിക വിളകളിലെ എല്ലാം എതിർത്ത് ലോക വ്യാപാര വാണിജ്യ വിപണികളിൽ നിന്ന് അവരെ വിട്ടുനിർത്തിയിട്ട് എല്ലാ പ്രതിരോധങ്ങളെയും എതിർത്ത് ഇത്രയും സാങ്കേതിക വിദ്യകളിലൂടെ മുന്നേറിയ ഇറാൻ്റെ കഴിവ് പ്രസക്തമാണ്. ആ രാജ്യത്ത് അവരുടെ കഴിവിനെ അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ, തൻസീൽ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോളോ ചെയ്യുക. ഇനിയും ന്യൂസുകൾ ഒരുപാട് വരും. ലോക ജനതയ്ക്ക് മുമ്പിൽ വെസ്റ്റേൺ മാധ്യമ മീഡിയ പ്രവർത്തകർ എല്ലാം മറച്ചു വെച്ചിട്ട് യൂറോപ്യൻ വൻ ശക്തികളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് വളരുന്ന മീഡിയ മാധ്യമങ്ങളായിരുന്നു ഇത്രയും കാലം നമ്മുടെ മുമ്പിൽ. എന്നാൽ നമ്മുടെ ന്യൂസുകൾ അങ്ങനെയല്ല. വ്യക്തമായിട്ട് എല്ലാം വ്യക്തതയോടെ വിശ്വാസ്യതയോടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. വീണ്ടും സ്വാഗതം നിങ്ങൾക്ക്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.